C++ലെ ലോജിക്കൽ ഓപ്പറേറ്റർസ് എന്ന സ്പോക്കൻ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഇവിടെ പഠിക്കുന്നത് ലോജിക്കൽ ഓപ്പറേറ്റർസ് ആയ ലോജിക്കൽ ആൻഡ് ഉദാഹരണം എക്സ്പ്രഷൻ1 ആൻഡ് എക്സ്പ്രഷൻ2, ലോജിക്കൽ ഓർ ഉദാഹരണം എക്സ്പ്രഷൻ1 ഓർ എക്സ്പ്രഷൻ2, ലോജിക്കൽ നോട്ട് ഉദാഹരണം നോട്ട് എക്സ്പ്രഷൻ1. ഇതൊരു ഉദാഹരണത്തോടെ നോക്കാം. ഇതിനായി ഉപയോഗിക്കുന്നത് ഉബുണ്ടു 1110 ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഉബുണ്ടുവിലെ ജിസിസി g കമ്പൈലർ വെർഷൻ 4.6.1. ലോജിക്കൽ ഓപ്പറേറ്റർസിന്റെ ആമുഖത്തോടെ തുടങ്ങാം. Cയിലും C++ലും 0 അല്ലാത്ത മൂല്യങ്ങൾ ട്രൂ ആണ്. 0 അല്ലാത്തത് ട്രൂവിനെ സൂചിപ്പിക്കുന്നു. 0 ഫാൾസിനെ സൂചിപ്പിക്കുന്നു. ലോജിക്കൽ ഓപ്പറേറ്റർസ് ഉപയോഗിക്കുന്ന എക്സ്പ്രഷൻസ് ട്രൂവിന് 1ഉം ഫാൾസിന് 0ഉം റിട്ടേൺ ചെയ്യുന്നു. ഒരു ഉദാഹരണത്തോടെ ലോജിക്കൽ ഓപ്പറേറ്റർസ് വിശദീകരിക്കാം. ലോജിക്കൽ ഓപ്പറേറ്റർസ് ഇൻ C എന്ന പ്രോഗ്രാം ഇതാണ്. മെയിൻ ബ്ലോക്കിനുള്ളിൽ ഈ സ്റ്റേറ്റ്മെന്റ് a, b, c വേരിയബിളുകളെ ഇന്റിജർ ആയി ഡിക്ലെയർ ചെയ്യുന്നു. a, b, cക്ക് മൂല്യങ്ങൾ നൽകാൻ ഈ പ്രിന്റ്ഫ് സ്റ്റേറ്റ്മെന്റ് യൂസറിനോട് ആവശ്യപ്പെടുന്നു. a, b, c വേരിയബിളുകൾക്ക് യൂസർ നൽകുന്ന മൂല്യങ്ങൾ സ്കാൻഫ് സ്റ്റേറ്റ്മെന്റ് സ്വീകരിക്കുന്നു. ഇതിൽ വലുത് കണ്ടെത്തുന്നതിനായി aയുടെ മൂല്യം bയും cയുമായി താരതമ്യം ചെയ്യുന്നു. ഒരേ സമയം താരതമ്യം ചെയ്യുന്നതിനായി നമ്മൾ ലോജിക്കൽ ആൻഡ് ഓപ്പറേറ്റർ ഉപയോഗിക്കുന്നു. ലോജിക്കൽ ആൻഡ് ട്രൂ റിട്ടേൺ ചെയ്യണമെങ്കിൽ എല്ലാ കണ്ടീഷനുകളും ശരിയാകണം. ഒരു കണ്ടീഷൻ ഫാൾസ് ആയാൽ ആ എക്സ്പ്രഷൻ തുടർന്ന് പരിശോധിക്കുന്നില്ല. അതായത് a> b ശരിയാണെങ്കിൽ മാത്രമേ a> c എന്ന എക്സ്പ്രഷൻ പരിശോധിക്കുന്നുള്ളൂ. a bയേക്കാൾ ചെറുതാണെങ്കിൽ ഈ എക്സ്പ്രഷൻ പരിശോധിക്കുന്നില്ല. നേരത്തെ പറഞ്ഞ കണ്ടീഷൻ ശരിയാണെങ്കിൽ മാത്രം ഈ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യുന്നു. അടുത്തതായി b> c പരിശോധിക്കുന്നു. കണ്ടീഷൻ ശരിയാണെങ്കിൽ b ഈസ് ഗ്രേറ്റസ്റ്റ് എന്ന് സ്ക്രീനിൽ കാണിക്കുന്നു. അങ്ങനെയല്ലെങ്കിൽ c ഈസ് ഗ്രേറ്റസ്റ്റ് എന്ന് കാണിക്കുന്നു. ഇപ്പോൾ ലോജിക്കൽ ഓർ ഓപ്പറേറ്റർ നോക്കാം. ഏതെങ്കിലും ഒരു കണ്ടീഷൻ ശരിയാണെങ്കിൽ ലോജിക്കൽ ഓർ ട്രൂ റിട്ടേൺ ചെയ്യുന്നു. ഒരു കണ്ടീഷൻ ശരിയായാൽ ആ എക്സ്പ്രഷൻ തുടർന്ന് പരിശോധിക്കുന്നില്ല. അതായത് a == 0 ആണെങ്കിൽ തുടർന്നുള്ള രണ്ട് എക്സ്പ്രഷൻസ് പരിശോധിക്കുന്നില്ല. ABCയിൽ ഏതെങ്കിലും 0 ആണെങ്കിൽ ഈ പ്രിന്റ്ഫ് സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യുന്നു. പ്രോഗ്രാമിന്റെ അവസാന ഭാഗത്ത് റിട്ടർൻ 0 അടയ്ക്കുന്ന കർലി ബ്രാക്കറ്റ്. പ്രോഗ്രാം സേവ് ചെയ്യാം. .c എന്ന എക്സ്റ്റൻഷനോടെ സേവ് ചെയ്യുക. ഞാനെന്റെ ഫയൽ logical.c എന്ന് സേവ് ചെയ്തു. Ctrl+Alt+T ഒരുമിച്ച് പ്രസ് ചെയ്ത് ടെർമിനൽ തുറക്കുക. കോഡ് കമ്പൈൽ ചെയ്യാൻ ജിസിസി സ്പേസ് logical.c സ്പേസ് -o സ്പേസ് log ടൈപ്പ് ചെയ്ത് എന്റർ പ്രസ് ചെയ്യുക. എക്സിക്യൂട്ടിനായി .log ടൈപ്പ് ചെയ്യുക. എന്റർ പ്രസ് ചെയ്യുക. 0, 34, 567 എന്നീ മൂല്യങ്ങൾ നൽകുന്നു. ഔട്ട്പുട്ട് ഇങ്ങനെ കാണുന്നു. C is greatest. The product of A, B and C is 0. വ്യത്യസ്തമായ ഇൻപുട്ടുകൾ നൽകി ഈ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാൻ ശ്രമിക്കുക. അതേ പ്രോഗ്രാം C++ൽ എഴുതാം. ഈ പ്രോഗ്രാം നേരത്തെ തയ്യാറാക്കിയിട്ടുണ്ട്. അത് നോക്കുക. ഇവിടെ കോഡ് C++ലാണ്. അതേ പ്രോഗ്രാം C++ൽ എഴുതാൻ ചില മാറ്റങ്ങൾ വരുത്തണം. ഹെഡർ ഫയൽ വ്യത്യസ്തമാണ്. യൂസിങ് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കുന്നു. ഇൻപുട്ട് ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റുകളും വ്യത്യാസമാണ്. ഓപ്പറേറ്റർസ് Cയിലേതുപോലെ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. സേവ് ക്ലിക്ക് ചെയ്യുക. .cpp എക്സ്റ്റൻഷനോടെ ഫയൽ സേവ് ചെയ്തുവെന്ന് ഉറപ്പുവരുത്തുക. Ctrl+Alt+T ഒരുമിച്ച് പ്രസ് ചെയ്ത് ടെർമിനൽ തുറക്കുക. പ്രോഗ്രാം കമ്പൈൽ ചെയ്യാൻ g logical.cpp സ്പേസ് -o സ്പേസ് log1 ടൈപ്പ് ചെയ്ത് എന്റർ പ്രസ് ചെയ്യുക. എക്സിക്യൂട്ടിനായി .log1 ടൈപ്പ് ചെയ്യുക. എന്റർ പ്രസ് ചെയ്യുക. 0, 34, 567 എന്നീ മൂല്യങ്ങൾ നൽകുന്നു.
ഔട്ട്പുട്ട് C പ്രോഗ്രാമിലേത് പോലെയാണെന്ന് കാണുന്നു. വ്യത്യസ്ത ഇൻപുട്ടുകൾ ഉപയോഗിച്ച് ഈ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് സംഭവിക്കുന്ന ഒരു എറർ കാണാം. എഡിറ്ററിലേക്ക് പോകാം. ഇവിടെ ബ്രാക്കറ്റുകൾ ഇടാൻ മറന്നുവെന്ന് കരുതുക. ഇവ നീക്കം ചെയ്യുക. എന്ത് സംഭവിക്കുന്നുവെന്ന് നോക്കാം. പ്രോഗ്രാം സേവ് ചെയ്യുക. ടെർമിനലിലേക്ക് തിരിച്ചു വരിക. നേരത്തേതുപോലെ കമ്പൈലും എക്സിക്യൂട്ടും ചെയ്യുക. ഈ എറർ കാണാം. എക്സ്പെക്ടഡ് ഐഡന്റിഫയർ ബിഫോർ ടോക്കൺ. ഇതെന്തെന്നാൽ ഇവിടെ വ്യത്യസ്തങ്ങളായ എക്സ്പ്രഷൻസ് ഉണ്ട്. ആൻഡ് ഓപ്പറേറ്റർ ഉപയോഗിക്കുമ്പോൾ അത് ഒറ്റ എക്സ്പ്രഷൻ ആയി പരിഗണിക്കുന്നു. പ്രോഗ്രാമിലേക്ക് തിരിച്ചുപോയി തെറ്റ് തിരുത്താം. ഇവിടങ്ങളിൽ ബ്രാക്കറ്റ് കൊടുക്കട്ടെ. സേവ് ക്ലിക്ക് ചെയ്യുക. ടെർമിനലിലേക്ക് തിരിച്ചു വരിക. നേരത്തേതുപോലെ കമ്പൈലും എക്സിക്യൂട്ടും ചെയ്യുക. ഇതിപ്പോൾ പ്രവർത്തിക്കുന്നു. ചുരുക്കത്തിൽ ഇവിടെ പഠിച്ചത് ലോജിക്കൽ ANDനെ കുറിച്ച്. ഉദാഹരണം a greater than b and a greater than c. ലോജിക്കൽ ഓർ ഉദാഹരണം a equals 0 or b equals 0 or c equals 0. അസൈൻമെന്റ്. യൂസറിൽ നിന്ന് 2 അക്കങ്ങൾ ഇൻപുട്ടായി സ്വീകരിക്കുന്ന ഒരു പ്രോഗ്രാം എഴുതുക. ഈ അക്കങ്ങൾ സമമാണോ അല്ലയോ എന്ന് നോട്ട് ഓപ്പറേറ്റർ ഉപയോഗിച്ച് പരിശോധിക്കുക. സൂചന a not equal to b. ഇവിടെ ലഭ്യമായ വീഡിയോ കാണുക. ഇത് സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റിനെ സംഗ്രഹിക്കുന്നു. നല്ല ബാൻഡ്വിഡ്ത്ത് ഇല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്. സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റ് ടീം സ്പോക്കൻ ട്യൂട്ടോറിയലുകൾ ഉപയോഗിച്ച് വർക്ക്ഷോപ്പുകൾ നടത്തുന്നു. ഓൺലൈൻ ടെസ്റ്റ് പാസ്സാകുന്നവർക്ക് സർട്ടിഫിക്കറ്റുകൾ നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി ദയവായി contact@spoken-tutorial.orgൽ ബന്ധപ്പെടുക. സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റ് ടോക്ക് ടു എ ടീച്ചർ പ്രൊജക്റ്റിന്റെ ഭാഗമാണ്. ഇതിനെ പിന്താങ്ങുന്നത് നാഷണൽ മിഷൻ ഓൺ എഡ്യൂക്കേഷൻ ത്രൂ ICT MHRD ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഈ മിഷനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇവിടെ ലഭ്യമാണ്. ഈ ട്യൂട്ടോറിയൽ വിവർത്തനം ചെയ്തത് ദേവി സേനൻ, IIT ബോംബെ. ഞങ്ങളോട് സഹകരിച്ചതിന് നന്ദി.